കാണും. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ചിത്രം പമ്പാ നദിയിൽ മാലിന്യത്തിൽ കുടുങ്ങി പറക്കാൻ കഴിയാത്ത കുറ്റിയും അതിനെ വെള്ളത്തിലിറങ്ങി രക്ഷപ്പെടുത്തുന്ന ഒരാളുമായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. അവിടെ വാർത്തയ്ക്കായി ചിത്രമെടുക്കാൻ പോയ മാതൃഭൂമിയുടെ പത്തനംതിട്ട ബ്യൂറോയിലെ സീനിയർ ചീഫ് ഫോട്ടോഗ്രാഫർ കെ അബൂബക്കറാണ് ജോലി മറന്നും ജീവൻ രക്ഷിക്കാൻ ഇറങ്ങിയത്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ ജോലി കാണാം. ഒരു മാധ്യമപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന്, മനുഷ്യകാരുണ്യത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അബൂബക്കർ. അബൂബക്കർ, കൺഗ്രാജുലേഷൻസ്, താങ്കളൊരു വലിയ മനുഷ്യനാണ്. ജീവിതത്തിലേക്ക് ആ പക്ഷി പറന്നിറങ്ങാൻ സഹായിച്ചത് അബൂബക്കറാണ്. എന്തായാലും അബൂബക്കർ ചെയ്തൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ അബൂബക്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു നമുക്കൊപ്പം. അബൂബക്കർ, കൺഗ്രാജുലേഷൻസ്. താങ്കൾ ചെയ്ത ഒരു പുണ്യ പ്രവൃത്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട് മാധ്യമപ്രവർത്തകർക്ക്. എന്തായിരുന്നു ഈ സംഭവം? എങ്ങനെയാണ് താങ്കൾ അവിടെ എത്തപ്പെട്ടത്? ഞാൻ ശബരിമല ഹൈക്കോടതി ബെഞ്ചിന്റെ ഒരു സന്ദർശനമായിട്ട് പമ്പയിലെത്തിയതാണ്. അത് ശബരിമല സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ കൂടെ യാത്ര ചെയ്യാൻ എത്തിയതായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴാണ് പമ്പയിലെ വരൾച്ചയുടെ പടങ്ങൾ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോഴാണ് ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ ഒരു പക്ഷി കിടക്കുന്നത് കണ്ട് ഞാനും ദേശാഭിമാനി ഫോട്ടോഗ്രാഫർ ജയകൃഷ്ണനും അതിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. ഓക്കെ, താങ്ക് യു കെ അബൂബക്കർ. എന്തായാലും താങ്കൾ ചെയ്ത നല്ല കാര്യമാണ്. സാധാരണഗതിയിൽ വെള്ളത്തിൽ പാൻറ് നനയുമല്ലെന്ന് വിചാരിച്ച് നമ്മൾ കരയ്ക്ക് തന്നെ നിൽക്കും. എന്നാൽ പാൻറ്റും ഉടുപ്പും നനഞ്ഞാലും വേണ്ടില്ല, ഒരു പക്ഷിയുടെ ജീവിതമാണ് വലുതെന്ന് താങ്കൾ കരുതി. നല്ല കാര്യം. പത്തനംതിട്ട മാതൃഭൂമിയുടെ പത്രത്തിൻ്റെ ബ്യൂറോയിലെ സീനിയർ ചീഫ് ഫോട്ടോഗ്രാഫറാണ് കെ അബൂബക്കർ. താങ്ക് യു അബൂബക്കർ.